ഗുഡ് മോർണിംഗ് ഓൾ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബിഗ് ബോസ് സീസൺ 7 നമ്മുടെ കഴിഞ്ഞ ദിവസത്തെ എപ്പിസോഡ്സ് മൊത്തത്തിൽ അടിപൊളിയാണ്. 7:30 മണി എന്നുള്ളത് 7:30 മണിയായിട്ട് തന്നെ ബിഗ് ബോസ് കൺസിഡർ ചെയ്തിട്ടുണ്ട്. സൂപ്പർ എക്സൈറ്റിംഗ് എപ്പിസോഡ്സാണ് ഓരോ ദിവസവും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ കുറച്ച് ആൾക്കാർ കുറച്ച് ശോകം പരിപാടി അവിടെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ശൈത്യ എന്ന് പറയുന്ന ആൾ എനിക്കറിയില്ല ബിഗ് ബോസ് ഫോക്കസ് ചെയ്ത് കാണിക്കാത്തതിൻ്റെ ഒരു കൺസേൺ ആണോ ഇല്ലയോ എന്നുള്ള അറിയില്ല. എങ്കിൽ കൂടി ശൈത്യ ഇതൊക്കെ റിയാക്ട് ചെയ്യാനായിട്ട് ഇൻവോൾവ് ചെയ്യാൻ പറ്റുന്നില്ല. ആൾക്ക് ഒരു ആക്ടിവിറ്റി നടക്കുന്ന ഏരിയയിൽ, ആക്ടിവിറ്റി ഇൻ ദ സെൻസിനോ തർക്കങ്ങൾ ക്ലാഷസ് ഒക്കെ നടക്കുന്ന ഏരിയയിൽ കയറിയിട്ട് അവിടെ ഒരു അഭിപ്രായം പറയാനായിട്ടുള്ളൊരു ബോൾഡ്നെസ് ഇല്ലാത്തൊരു വ്യക്തി. ഇങ്ങനെയുള്ള ഒരാൾ നമുക്കത് എൻ്റർടൈൻ ആയിട്ട് തോന്നത്തില്ല. എൻ്റർടൈൻമെൻ്റ് ആണല്ലോ ഓവറോൾ എല്ലാത്തിലും മേജറായിട്ട് നിൽക്കുന്നത്. സോ ബെറ്റർ പുള്ളിക്കാരത്തി പുറത്ത് പോകുന്നതായിരിക്കും. അതുപോലെ തന്നെ അഭിലാഷ് അഭിഷേക് പുള്ളിയും എന്തൊക്കെയോ കാര്യത്തിന് വെറുതെ ഇടപെടുന്നല്ലാതെ ഒരു സംഭവമില്ല. അറിയില്ല, കുറച്ചുകൂടെ കഴിയുമ്പോൾ ഗെയിം എന്നെങ്കിൽ കൂടി ബെറ്റർ ദാൻ ശൈത്യയാണ്. പിന്നെ രേണുസുതി പുള്ളിക്കാരത്തി ഇങ്ങനെ വയ്യ, ഒരു ഹെൽത്ത് കൺസേൺസ് ഒക്കെ പറയുന്നുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ഗെയിം കളിക്കാൻ പോയിട്ട് എന്താ കാര്യമാണ്? ഓക്കെ ഫൈൻ, ഒരു ഓക്കെ അല്ലെങ്കിൽ അൺഫിറ്റ് ആണെങ്കിൽ ജസ്റ്റ് ലീവ് ദ ഷോ. നമുക്ക് ഷോ കാണുമ്പോൾ കുറച്ച് എൻ്റർടൈൻമെൻറ്റ് വേണമെന്നുള്ളതാണ്. രേണുസുധീനെ നമ്മൾ അത്യാവശ്യം എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് കണ്ടൻസുകളും കാര്യങ്ങളും. ഇപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റീസ് മാത്രമല്ലല്ലോ, അല്ലാതെ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യാം. അതൊന്നും ചെയ്യുന്നതായിട്ട് തോന്നുന്നില്ല. ബാക്കി അനീഷ് എനിക്ക് തോന്നുന്നു അറ്റൻഷൻ സീക്കർ എന്നുള്ള രീതിയിൽ അത്യാവശ്യം നല്ലതുപോലെ പ്രേക്ഷകർക്ക് ഇടയ്ക്ക് അഭിപ്രായങ്ങൾ വാങ്ങിക്കുന്നുണ്ട്. ഈവൻ ഇത് നെഗറ്റീവ് സൈഡ്സ് ആയാലും ഇറ്റ്സ് ഓക്കെ, ആൾ നോർമലാണ്, ആൾ ഗുഡ് ഗെയിമർ എന്നുള്ള രീതിയിൽ നമുക്ക് കൺസിഡർ ചെയ്യാം. ബാക്കി ഓവറോൾ എല്ലാവരും ഈ ഗെയിമിലോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല. അക്ബർ ആയാലും അക്ബറിന് സ്വന്തമായിട്ട് കിട്ടിയൊരു പണിയല്ലേ രേണുവിന് സെപ്റ്റി ടാങ്ക് എന്ന് വിളിച്ചതിനെ ബേസ് ചെയ്തിട്ട് അവരുടെ പുറകെ നടക്കേണ്ട ഒരു അവസ്ഥയിലോട്ടൊക്കെ എത്തിയിട്ടുണ്ട്. പിന്നെ ഇന്നലെ നടന്ന എപ്പിസോഡ്സിൽ മെയിനായിട്ട് നമ്മുടെ ഈ മിഡ് വീക്ക് എവിക്ഷൻ്റെ ഒരു പരിപാടി. മിഡ് വീക്ക് എവിക്ഷൻ ഒരു നൈസ് ഐഡിയ ആണ്. നമ്മുടെ പുകഞ്ഞ പുള്ളി പുറത്ത് എന്നുള്ളത് പോലെ തന്നെ മിഡ് വീക്ക് ഒരു എവിക്ഷൻ വെക്കുക എന്നുള്ളതാണ്. എവിക്ഷനെ നല്ലൊരു സസ്പെൻഷൻ എന്നുള്ള രീതിയിൽ ആറ് പേരാണ് അതിലേക്ക് എത്തിയിരിക്കുന്നത്. നമ്മുടെ രേണുസുതി ഉണ്ട്, അനീഷുണ്ട്, അതുപോലെ റേണ ഫാത്തിമ ഉണ്ട്, ഷാരിക KB ഉണ്ട്, സരിക ഉണ്ട്. ഇവരൊക്കെയാണ് മെയിനായിട്ട്. നമ്മുടെ ഒണീനുണ്ട്. അപ്പം ഇവരായിട്ട് ചൂസ് ചെയ്ത കുറച്ച് ഹെൽപ്പേഴ്സിൻ്റെ ഹെൽപ്പോടെ ഒരു പർട്ടിക്കുലർ ഗെയിം നടക്കുന്നുണ്ട്. ആ ഗെയിം എന്ന് വെച്ചാൽ നമ്മളൊരു മഡിനുള്ളിൽ ചെളിയിൽ കീ ഒളിപ്പിച്ച് വയ്ക്കും. അപ്പം അവർക്കൊരു ഓപ്പൺ ചെയ്യാനുള്ളൊരു ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന ഓരോ കണ്ടസ്റ്റൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന 2 പേരായിരിക്കും. ഇവരെ 2 പേർക്കും അതിൽ ഒരാൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്ത ബോക്സിനുള്ളിലുള്ള ഗ്ലൗസ് കാര്യങ്ങളൊക്കെ എടുത്ത് വിയർ ചെയ്ത് പ്രോപ്പർലി ഫിറ്റ് ചെയ്തതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മുടെ ചെടിയിലോട്ട് ചാടി ചെടിയിൽ നിന്ന് മാക്സിമം ഈ പറയുന്ന ഗോൾഡ് കോയിൻസ് സംതിങ് കളക്ട് ചെയ്യണം. അതാണ് ടാസ്ക്. അപ്പം അത്യാവശ്യം എല്ലാവരും ആക്റ്റീവായിട്ട് എല്ലാം ചെയ്തു എന്നുള്ളതാണ്. പക്ഷേ അനീഷിൻ്റെ ടീമിൽ നിന്നിരുന്നത് അനുമോളും അപ്പാനി ശരത്തുമായിരുന്നു. ഇവർക്ക് കുറച്ച് അധികം സമയമെടുത്തു ഈ ബോക്സ് ഓപ്പൺ ചെയ്യാൻ തന്നെ. അപ്പം ഓപ്പൺ ചെയ്തിട്ട് 2-3 തവണ ഈ ഫുള്ള് അതിനുള്ളിലുള്ള എല്ലാം വെയർ ചെയ്തിട്ട് ചാടാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. വെയർ ചെയ്യാനുള്ള ഒരു ടൈം പോലും കിട്ടാതെ പെട്ടെന്ന് ചാടാൻ അനീഷോടൊക്കെ നല്ല അറിയിക്കുകയാണ്. ഇന്നിപ്പോൾ അവർക്ക് വളരെ ചെറിയ കോയിൻസാണ്, 3 കോയിൻസ് എന്തോ മറ്റോ. പിന്നെ അതുപോലെ ഈ നമ്മുടെ റേണ ഫാത്തിമയുടെ ടീം കളക്ട് ചെയ്തു ഒരു 15 കോയിൻസ് കളക്ട് ചെയ്തു. രേണുസുതിയും അതുപോലെ തന്നെ ഒരു 12 കോയിൻസ്. രേണുസുതി ഹെൽപ്പ് ചെയ്യാൻ നിന്നത് ബിൻസിയും ശൈത്യയാണ്. അവർ നല്ലതുപോലെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നുന്നു റേണ ഫാത്തിമയെ ഹെൽപ്പ് ചെയ്യാൻ ആര്യൻ ആൻഡ് ഇവരാണ് ലേഡിയുടെ പേര് ഗിസൈൽ. ഇവരാണ് ചെയ്യുന്നത്. അത്യാവശ്യം നല്ലതുപോലെ ഗെയിം പാർട്ടിസിപ്പേറ്റ് ചെയ്ത് കളിച്ചിട്ടുണ്ട്. ഷാരിക KBക്കായാലും കോയിൻസ് ഒരു വളരെ ചെറിയ കോയിൻസ് 9 കോയിൻസ് എന്തോ മറ്റോ കളക്ട് ചെയ്യാൻ പറ്റി. എനിവേ ഇവർക്ക് ടോപ്പിൽ നിൽക്കുന്നവർക്ക് 6 പോയിൻറ്റ്സ്, അതായത്
നമ്മുടെ രേണ ഫാത്തിമ, രണ്ടാമത് സരിഗയ്ക്ക് ഒരു 5 പോയിൻറ്റ്. ദെൻ 4 പോയിൻറ്റ് ഒനീൽ സാബുവിന്. പിന്നെ 3 പോയിൻറ്റ്സ് രേണുസുതി രേണുസുതിക്ക് 4 പോയിൻറ്റ്, ഒനീൽ സാബിന് 3 പോയിൻറ്റ്, ദെൻ 2 പോയിൻറ്റ്സ് ഫോർ ഷാരിക ആൻഡ് 1 പോയിൻറ്റ് ഫോർ അനീഷ്. ഇങ്ങനെയാണ് ഇന്നലത്തെ ഗെയിമിൻ്റെ ഒരു സ്ഥിതി. ഓക്കെ, ഇതൊക്കെയാണ്. അപ്പം എനിക്ക് തോന്നുന്നു 2 പേരെന്തോ സസ്പെൻഷനായിട്ട് അവരെന്തോ ഡാർക്ക് റൂമിൽ എന്തോ പോവുകയാണ് ചെയ്യുന്നത്. അവർ തിരിച്ച് കയറ്റണോ വേണ്ടേ എന്നുള്ളതൊക്കെ പിന്നീട് ഡിസൈഡ് ചെയ്യുന്ന കാര്യമാണ്. ഈ രീതിയിലായിരുന്നു ഇന്നത്തെ ഗെയിമൊക്കെ. പിന്നെ കുറച്ച് ക്ലാഷും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതായത് നമ്മുടെ കിച്ചണിൽ അനീഷാണല്ലോ, ഓഫ് കോഴ്സ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം അനീഷിൻ്റെ ടൈപ്പ് ഓഫ് ആക്ടിവിറ്റീസ്. അനീഷ് അവിടെ മാക്സിമം കണ്ടന്റ് ഉണ്ടാക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. മിസൈലിൻ്റെ ആക്ടിവിറ്റീസിന് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അക്ബറുമായിട്ട് ഇഷ്യൂ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ഷാനവാസ് ഇതിൽ ഇടപെടുന്നുണ്ടായിരുന്നു. പുറത്തുനിന്ന് ഷാനവാസ് ഇടപെട്ടതിന് കിച്ചൺ ടീമിൻ്റെ കാര്യങ്ങൾ കിച്ചൺ ടീം നോക്കിക്കോണം എന്നുള്ളൊരു വാക്ക് തർക്കവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ദെൻ സരിക ഇടപെടുന്നുണ്ടായിരുന്നു. ഷരികയോട് അങ്ങനെ തന്നെ പറയുന്നുണ്ടായിരുന്നു. അവസാനം അക്ബർ ഒക്കെ ഷാനവാസിനെതിരെ തിരിയുന്നത്, അവർ തമ്മിലാണ് ക്ലാഷ് ആവുന്നത്. ഷാനവാസും നമ്മുടെ അപ്പാനി ശരത്തും തമ്മിൽ ക്ലാഷ് ആവുന്നതും തെറി വിളിച്ചു എന്നുള്ള രീതിയിൽ നമ്മുടെ ഒനീൽ സാബു ഇടപെട്ട് ഒനീൽ സാബുവും ഷാനവാസും പോയി ബിഗ് ബോസിനോട് കംപ്ലയിൻറ്റ് ചെയ്യുന്നതും, അങ്ങനെ കുറച്ച് സംഭവബഹുലമായ എപ്പിസോഡ്സുകൾ നടന്നു. അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ അനുമോളുടെ ഈ പറയുന്ന ഗസീൽ ഡ്രസ്സ് പിന്നെയും കീറിയിട്ടുണ്ട്. ഇത് കീറിയത് അനുമോൾ കാരണമല്ല, അനുമോളത് റിയാക്ട് ചെയ്തതിനെ ബേസ് ചെയ്തിട്ട് അനുമോൾ ചെറുതാണ്, കുരുട്ടാണ് എന്നൊക്കെയുള്ള രീതിയിൽ ബോഡി ഷെയിം ചെയ്തു എന്നുള്ളൊരു സംഭവമൊക്കെ ആയിരുന്നു ഇന്നലത്തെ എപ്പിസോഡ്സ്. ഓവറോൾ എപ്പിസോഡ്സ് ഗുഡാണ്. വളരെ വീക്ക് കണ്ടസ്റ്റൻ്റ് ആയിട്ടുള്ള ശൈത്യമാണ്. ബാക്കിയൊക്കെ ഓവറോൾ ആക്റ്റീവാണ്. താങ്ക് യു.